സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധവും അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോടൊരു ആഹ്വാനം നടത്തി. ഇന്ധനം കുറച്ച് ഉപയോഗിക്കുക, ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, സ്വർണം വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാകുക, വിദേശ യാത്രകൾ കുറയ്ക്കുക, ചെലവുകൾ നിയന്ത്രിക്കുക എന്നിങ്ങനെയാണ്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. രാജ്യത്തെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതാരാണ്? സാധാരണ ജനങ്ങളാണോ? അല്ലെങ്കിൽ വർഷങ്ങളായി നടപ്പാക്കിയ തെറ്റായ സാമ്പത്തിക നയങ്ങളാണോ? ഇന്ന് പാചക എണ്ണയുടെ വില ഉയരുന്നു. എന്തുകൊണ്ട്? ഒരു കാലത്ത് ഇന്ത്യയിൽ തന്നെ നിലക്കടല, എള്ള്, തേങ്ങ, കടുക് എന്നിവ വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് വിദേശ കമ്പനികൾക്ക് വിപണി തുറന്നു കൊടുത്തു. വില കുറഞ്ഞ ഇറക്കുമതി എണ്ണകൾ വിപണിയിൽ നിറഞ്ഞു. ഇതോടെ നാട്ടിലെ കർഷകരും ചെറിയ എണ്ണ മില്ലുകളും തകർന്നു. ഇന്ന് അവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ഭക്ഷ്യ എണ്ണയുടെ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അവിടെ യുദ്ധമോ വിലക്കയറ്റമോ ഉണ്ടായാൽ അതിൻ്റെ ഭാരമൊക്കെ ഇന്ത്യൻ ജനങ്ങളുടെ അടുക്കളയിലേക്കാണ് വീഴുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് എണ്ണ കുറച്ച് ഉപയോഗിക്കൂ എന്നാണ്. പക്ഷേ ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ അടുക്കള ശൂന്യമാക്കിയത് ആരാണ്? സ്വർണത്തെക്കുറിച്ചും വലിയ പ്രചാരണമുണ്ട്. സ്വർണം വാങ്ങരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിന് സ്വർണം എന്താണ്? അത് ആഡംബരമല്ല, അതൊരു സുരക്ഷയാണ്. ഒരു രോഗം വന്നാൽ പണയം വെക്കാനുള്ള ചെറിയ സമ്പാദ്യമാണ്. ഒരു മകളുടെ ഭാവിക്കായി സൂക്ഷിക്കുന്ന പ്രതീക്ഷയാണ്. ബാങ്ക് വായ്പ ലഭിക്കാത്ത പാവപ്പെട്ട കുടുംബങ്ങളുടെ അവസാന ആശ്രയമാണ്. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ചെറിയ സ്വർണ്ണ സമ്പാദ്യത്തെ പോലും കുറ്റപ്പെടുത്തുന്നത് നീതിയല്ല. ഇതിനിടയിൽ വലിയ സമ്പന്നരുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. വിദേശ ആഡംബര കാറുകൾ വാങ്ങുന്നവരോട് സർക്കാർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? വില കൂടിയ വിദേശ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നവരോട് എന്തുകൊണ്ട് നിയന്ത്രണം പറയുന്നില്ല? വിദേശ രാജ്യങ്ങളിൽ കോടികൾ ചെലവഴിക്കുന്ന സമ്പന്നരോട് എന്തുകൊണ്ട് ത്യാഗം ചെയ്യൂ എന്ന് പറയുന്നില്ല? കാരണം ഈ സാമ്പത്തിക നയങ്ങളുടെ മുഴുവൻ ഭാരവും സാധാരണ ജനങ്ങളുടെ മേൽ ചുമത്താനാണ് ശ്രമം. വളത്തിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെയാണ്. കർഷകർക്ക് ആവശ്യമായ യൂറിയയും മറ്റ് രാസവളങ്ങളും സമയത്ത് ലഭിക്കാത്ത അവസ്ഥയാണ്. ഇന്ന് പൊതുമേഖല വളക്കമ്പനികളെ ദുർബലമാക്കി വിദേശ ഇറക്കുമതിയെ ആശ്രയിച്ചു. ഇപ്പോൾ ആഗോള പ്രതിസന്ധി വന്നപ്പോൾ കർഷകൻ ദുരിതത്തിലായി. കർഷകനോട് പറയുന്നത് എന്താണ്? വളം കുറച്ചുപയോഗിക്കൂ എന്നാണ്. പക്ഷേ വിളവ് കുറഞ്ഞാൽ എന്താകും? ഭക്ഷ്യവില ഉയരും, ഗ്രാമീണ ദാരിദ്ര്യം കൂടും, രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ തന്നെ അപകടത്തിലാവും. ഇന്ന് രൂപയുടെ മൂല്യം ഇടിയും, വിലക്കയറ്റം കുത്തനെ ഉയരുന്നു. പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണം മറച്ചു വയ്ക്കുകയാണ്. വർഷങ്ങളായി വിദേശ മൂലധനത്തിനും കോർപ്പറേറ്റുകൾക്കും വേണ്ടി നടപ്പിലാക്കിയ നയങ്ങളാണ് ഇന്ത്യയെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഇപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വയം പര്യാപ്തത തകർത്തു, വിദേശ ആശ്രയത്വം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ വില കൊടുക്കേണ്ടത് ആരാണ്? സാധാരണ ജനങ്ങളാണ്. ഒരു തൊഴിലാളി ഓട്ടോയിൽ യാത്ര കുറച്ചാൽ ഓട്ടോ ഡ്രൈവറുടെ വരുമാനം കുറയും. ജനങ്ങൾ സ്വർണം വാങ്ങാതിരുന്നാൽ ചെറിയ ജ്വല്ലറികളെയും തൊഴിലാളികളെയും ബാധിക്കും. പാചക ചെലവ് കുറച്ചാൽ ചെറുകിട വ്യാപാരികൾക്ക് അവരുടെ വരുമാനം നഷ്ടമാകും. അതിനാൽ ചിലവ് കുറയ്ക്കൂ എന്ന ഉപദേശം സാമ്പത്തിക വളർച്ചയെ പോലും ബാധിക്കും. രാജ്യത്തെ രക്ഷിക്കാനുള്ള യഥാർത്ഥ മാർഗം എന്താണ്? സാധാരണ ജനങ്ങളുടെ ചെലവ് കുറയ്ക്കലല്ല, മറിച്ച് ആഡംബര ഇറക്കുമതികൾ നിയന്ത്രിക്കുക, വിദേശത്തേക്ക് പോകുന്ന കോർപ്പറേറ്റ് ലാഭം നിയന്ത്രിക്കുക, പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, പൊതുഗതാഗതം വികസിപ്പിക്കുക, കർഷകരെ സംരക്ഷിക്കുക, ഭക്ഷ്യ എണ്ണ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുക, പൊതുവിതരണ സംവിധാനവും സാമൂഹ്യ സുരക്ഷയും ശക്തിപ്പെടുത്തുക. അതാണ് രാജ്യസ്നേഹം, അതാണ് ജനപക്ഷ സാമ്പത്തിക നയം. രാജ്യത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണം സാധാരണ ജനങ്ങളല്ല, തെറ്റായ നയങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ ഭാരം പാവപ്പെട്ടവരുടെ അടുക്കളയിലേക്കും കർഷകരുടെ വയലിലേക്കും തൊഴിലാളികളുടെ ജീവിതത്തിലേക്കും തള്ളിവിടാൻ അനുവദിക്കരുത്. ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കണം, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം വീണ്ടെടുക്കണം, തൊഴിലാളികളും കർഷകരും ഐക്യപ്പെടണം. അതാണ് ഇന്നിൻ്റെ ആവശ്യം.